സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്വദേശി ആശയങ്ങളിലെന്ന് RSS സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളെ. സംഘപ്രവർത്തകർ നിരവധി സേവനങ്ങൾ നടത്തുന്നു. വയനാട് ഉരുൾപൊട്ടലും കൊറോണ കാലത്തും നിസ്തുലമായ സേവനമാണ് അവർ നടത്തിയത്. പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതുപോലെ അധിനിവേശങ്ങൾക്കെതിരെ പോരാടണം. സാമ്പത്തിക സാങ്കേതിക രംഗങ്ങളിലെ വൈദേശിക ആക്രമണങ്ങൾക്കെതിരെ ജാഗ്രത വേണമെന്നും ഹൊസബളെ പറഞ്ഞു. കണ്ണൂർ എളക്കുഴിയിലെ പഴശ്ശിരാജ സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, സ്വദേശിവൽക്കരണത്തിന്റെയും ഭാരതം ഇന്ന് നേരിടുന്ന വൈദേശിക അക്രമത്തെയൊക്കെ തന്നെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു RSS സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളയുടെ ഈ ഒരു ഉദ്ഘാടന പ്രസംഗം. നാം എന്തൊക്കെ കാര്യങ്ങളെ കരുതിയിരിക്കണം, എന്തൊക്കെ കാര്യങ്ങളെ ശ്രദ്ധിക്കണം, സമാജ പ്രവർത്തനത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ തന്നെ അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. സ്ഥായിയായ സേവാ പ്രവർത്തനങ്ങളാണ് നാം ചെയ്യേണ്ടത്. ആധ്യാത്മികമായും സാംസ്കാരികമായും വികാസം ഉണ്ടാകേണ്ടത് നാം ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സമാജത്തിന് എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാനാകണമെന്ന ഒരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, ആ പ്രദേശത്തെ എളക്കുഴി എന്ന് പറയുന്ന പ്രദേശത്ത് എത്രത്തോളം കഷ്ടപ്പെട്ടാണ് സ്വയം സേവകർ സംഘപ്രവർത്തനം നടത്തിയതെന്നും കൂടി അദ്ദേഹം പറയുകയുണ്ടായി. 42 വർഷം മുമ്പാണ് സംഘം അവിടെ ശാഖാപ്രവർത്തനം ആരംഭിച്ചത്. സംഘടനാ പ്രവർത്തനത്തിലൂടെ നിരവധി പ്രതിസന്ധികൾ നേരിട്ടു. കർത്തവ്യം മറക്കാതെയാണ് അവർ ഈ സ്വയം സേവകർ ഓരോരുത്തരും പ്രവർത്തിച്ചത്. ആ അർപ്പണത്തിന്റെ തെളിവാണ് ഈ സാംസ്കാരിക നിലയമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, ഇന്നും സാങ്കേതിക മേഖലയിലും അതുപോലെ തന്നെ സാമ്പത്തികവുമായി ഉൾപ്പെടെ വൈദേശിക ആക്രമണങ്ങൾ നാം നേരിടുന്നുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചത് നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. രോഹിണി, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.